السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إن لاقينا. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മസ്ജിദുകളിലൊന്നിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെടുത്തിയ നമ്മുടെ ഒത്തുകൂടൽ അള്ളാഹു നാളെ നാം ഓരോരുത്തർക്കും അവൻ്റെ സ്വർഗം പ്രതിഫലമായി നൽകാൻ സഹായകമാകുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു നിമിഷം വരെയും വിശേഷ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളും അള്ളാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. റമദാൻ ഒരാളിൽ നിന്ന് വിട പറഞ്ഞു, അയാളുടെ പാപങ്ങളൊന്നും പൊറപ്പിക്കപ്പെടാതെ എങ്കിൽ അയാൾ അള്ളാഹുവിൽ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞ, എന്നിട്ട് ജിബ്രീൽ പറയുകയും മുഹമ്മദ് നബി ആമീൻ പറയുകയും ചെയ്ത ആ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ശരിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായത് സമാധാനവും സ്വസ്ഥതയും നിർവൃതിയും ആശ്വാസവും ശാന്തതയും ഒക്കെയാണ്. ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാം ഇടകലർന്നാണ് വരുന്നത്. എല്ലാം ഇടകലർന്നാണ്. ഒരു പക്ഷേ ഒരു മണിക്കൂർ നേരം നല്ല സന്തോഷമാണെങ്കിൽ പിന്നെ അടുത്ത മണിക്കൂർ പ്രയാസമായിരിക്കും. ചിലപ്പോൾ രണ്ടുമില്ലാത്തൊരു വല്ലാത്തൊരു വൈകാരികതയിലായിരിക്കും. ചെറിയ 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 നീരസങ്ങൾ, അസ്വസ്ഥതകൾ, ആകുലതകൾ ഒക്കെ നമ്മൾ വേട്ടയാടാറുണ്ട്. ചിലപ്പോൾ ഭാര്യയിൽ നിന്നാകാം ചില വാക്കുകൾ നമ്മൾ കേൾക്കുന്നത്. കുറച്ചേരം നമുക്കൊരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കുകയോ അല്ലെങ്കിൽ പൊക്കുകയോ ചെയ്യും. ചിലപ്പോൾ ഭർത്താവിൽ നിന്നാണ് ഉണ്ടാകുക. ഇങ്ങനെ അസ്വസ്ഥതകൾ ചിലപ്പോൾ അത് മൂർച്ഛിക്കും, ചിലപ്പോൾ കുറയും. ആകുലതകൾ അത് കൂടും, ചിലപ്പോൾ കുറയും. എല്ലാം ഇങ്ങനെ ഒരു സുഖ ദുഃഖ സമ്മിശ്രമായ ലോകത്തുകൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പം നിങ്ങൾ ശരിക്കും നമ്മൾ ബാധിച്ചൊരു ദുഃഖം അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചൊരു വിഷമം, ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഒരു കുടുംബ പ്രശ്നം, ഒരു സാമൂഹികമായ പ്രയാസം, ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം ദിവസങ്ങളോളം നമ്മുടെ കൂടെ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? സമാധാനത്തിൻ്റെ ഒരു വഴികൾ നമ്മുടെ മുന്നിൽ ഇല്ലാതിരിക്കാം. എന്നും സംഘർഷം മാത്രം, എന്നും പ്രശ്നം മാത്രം, എന്നും നെടുവീർപ്പ് മാത്രം, എന്നും ആകുലതകൾ മാത്രം. ശരിക്കും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ മെന്റലേക്ക് ഇവിടുത്തെ ഭാഷ അല്ലേ? പക്ഷെ ഇവിടെ അല്ലാഹു തആല അതിനെ മറികടക്കാൻ വേണ്ടി ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, രണ്ടും കൂടെ. എന്നാൽ ശരിക്ക്
ആകുലതകൾ മാത്രം, അസ്വസ്ഥതകൾ മാത്രം, പ്രയാസങ്ങൾ മാത്രം, ഇറിറ്റേഷൻ മാത്രം, സ്ട്രെസ് മാത്രം, അത് മാത്രമുള്ള ഒരു ലോകത്തിൻ്റെ പേരാണ് നരകം എന്ന് പറയുന്നത്. ഒരു സമാധാനത്തിൻ്റെ ഒരു വഴിയില്ല അവിടെ. അസ്വസ്ഥത മാത്രം, സ്വസ്ഥതയില്ല, നിർവൃതിയില്ല, ആശ്വാസമല്ല. നമുക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭാര്യയോടാണ് പ്രശ്നമെങ്കിൽ ഉമ്മാനെ കാണുമ്പോൾ നമുക്ക് ആശ്വാസം, ഉമ്മയോടാണ് പ്രശ്നമെങ്കിൽ മാപ്പനെ കാണുമ്പോൾ ആശ്വാസം, മക്കളാണ് പ്രശ്നമെങ്കിൽ ചിലപ്പോൾ ഇണകളിൽ ആശ്വാസം ഉണ്ടാവും, സുഹൃത്തുക്കളിൽ ആശ്വാസം ഉണ്ടാവും. എന്നാൽ ഒരിടത്തും ആശ്വാസം കിട്ടാത്തൊരു ലോകത്തിൻ്റെ പേരാണ് നരകം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ്സ് ഉണ്ടല്ല, പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവന്റെ ഖുർആനിൽ 2-ാമത്തെ അധ്യായം തുടങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ പിന്നെ ബഖറ തുടങ്ങിയിട്ട് 24-ാമത്തെ ആയത്ത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ തീജ്വാലയെ, അഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മളോട് അല്ലാഹു പറയാം, 2 ടീംസാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. ഒന്ന് മനുഷ്യർ, മറ്റൊന്ന് കല്ലുകൾ. 66-ാം അധ്യായം സൂറത്തുൽ തഹ്രീമിന്റെ 6-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിലും പണ്ഡിതന്മാർ കൊടുത്തൊരു വിഷയമാണ്. കല്ലുകൾ എന്ന് പറഞ്ഞ 2 തരത്തിലാണ്. ഒന്ന് സൾഫർ പോലെ ഗന്ധകത്താൽ പ്രത്യേകം ഉണ്ടാക്കപ്പെട്ട കല്ലുകൾ, നരകത്തിന് വേണ്ടി മാത്രം പഠിച്ചത്. രണ്ടാമത്തത് ഈ ദുനിയാവിൽ മനുഷ്യർ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിഗ്രഹങ്ങൾ, അത് മനുഷ്യന്റെ കൂടത്തിനിട്ട് കത്തിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുന്നതാണ്. നരകം സത്യമാണ്, നരകത്തിലുള്ളതും സത്യമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് നരകം പറയാൻ വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞത്. പക്ഷെ നമ്മളത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ എനിക്ക് മാത്രം ആദ്യം പറയാം. നരകശിക്ഷ എന്ന് പറഞ്ഞാൽ വേദനയേറിയതും ഒരു മനുഷ്യന് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ളത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെ എത്ര സങ്കീർണമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. പ്രശ്നങ്ങൾ മാത്രമുള്ള പ്രശ്നത്തിന് ഇന്നത്തെ പ്രശ്നം നാളെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യും. അതങ്ങനെ കൂടി വരും. മരിക്കാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ആൾക്കാർ അവസാനം സൂയിസൈഡ് ചെയ്യുക രക്ഷപ്പെടാൻ വേണ്ടി. ശരിക്കും മഹാമണ്ഡത്തിലാണ്. പക്ഷെ അവിടെ പോയി അതുമില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ജീവിതമില്ല, മരണമില്ല. ശരിക്കും നരകം എന്ന് പറഞ്ഞതാണ്, ജീവിതമില്ല, മരണമില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രമുള്ള ഒരു ലോകം. എത്രത്തോളം വെച്ചാല് അല്ലാഹു തആല ആ നരകത്തിന്റെ തീജ്വാലകളിൽ കടന്നെരിയുന്ന അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ കാക്കട്ടെ. ആളുകളെ കുറിച്ച് പറയുമ്പോൾ തൽഫഹു വജൂഹഹുമുൻ നാറു വഹും ഫീഹാ കാലിദൂൻ. നരകത്തിന്റെ അഗ്നി അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും. നരകത്തിന്റെ അഗ്നി മുഖത്തെ കരിക്കുന്ന, മുഖത്തെല്ലാം കരിഞ്ഞു പോയ പിന്നെ എന്തുണ്ടാകുക? എല്ലും പല്ലും മാത്രം ബാക്കിയോ. എന്നിട്ട് അല്ലാഹു പറയാണ്, അവരതിൽ പല്ലിളിച്ചവരായിരിക്കുന്നു. നിങ്ങൾ ഈ തലയൂട്ടി ഉണ്ടല്ലോ, തലയൂട്ടി ഇന്നും ഏതൊരാൾക്കും തലയൂട്ടി ഒരു പേടിയാണ്. നമ്മൾ ഷെൽഫിൽ വെച്ച തലയൂട്ടി ആണെങ്കിൽ പോലും അടുത്ത് കല്ലുമ്പോൾ ഒരു ചെറിയൊരു പൂച്ചൽ, ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും, ചെറിയൊരു പ്രയാസം ഉണ്ടാവും. നല്ല ധൈര്യമുള്ള മാത്രമേ തൊട്ടോക്കോളൂ. എന്നാലും എൻ്റെ പല്ലിൻ്റെ അടിക്കൊന്ന് കൈയിട്ടാൽ വേണ്ടറിയില്ല. സംഗതി മരിച്ചുപോയി ഏതൊരാൾക്കാണ്, ജീവിച്ചിരിക്കുന്നില്ല, കടിക്കുന്നില്ല, എന്നാലും എന്തൊരു മാതിരി ഒരു ചൊറിച്ചില്ല, നമുക്ക് അസ്വസ്ഥത. പക്ഷെ നമ്മൾ ആലോചിച്ചപ്പോൾ നരകത്തിൽ മനുഷ്യൻ്റെ ഹാൽ എന്തെടുത്തപ്പോൾ വല്ലാത്തൊരു ഹാലാണ്. അല്ലാഹു തആല കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ നരകത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നബി പറയാണ്, നിങ്ങൾ ഈ ദുനിയാവെന്ന് കത്തിക്കുന്നതിന്റെ 70 അതിന്റെ ഒരു അംശം മാത്രമാണ് ആ 69 ഇരട്ടി ചൂട് നരകത്തിനുണ്ട്. നമ്മൾ പലപ്പോഴും പഠിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര പ്രയാസം ഉണ്ടാവുക നരകത്തിന്റെ ഭയാനകത. ഞാൻ എന്തിനാ നിങ്ങളോട് ആയത്തൂതിന്നല്ലോ. ശരിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് ശാശ്വതമായ രക്ഷ. വേറൊരു രക്ഷയില്ല. ശാശ്വത രക്ഷ എന്നാണ് അത് മാത്രം. ബാക്കിയൊക്കെ താൽക്കാലികം മാത്രമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഒരു സത്യത്തെ മുന്നിൽ വെച്ചിട്ട് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു നഫ്സും മരിക്കും, അത് ആസ്വദിക്കുന്ന. ലോകത്തെ നിരീശ്വരവാദികൾ പോലും നിഷേധിക്കാത്തൊരു യാഥാർത്ഥ്യം മരണം മാത്രമാണ്. ബാക്കിയൊക്കെ ഒരു തള്ളും, ബാക്കിയൊക്കെ ഒരു പരിഹസിക്കും. എന്നിട്ട് അല്ലാഹു പറയാം, എന്തിനാ മരിക്കണം? നമുക്കൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇവിടെ ഇരിക്കണ ഓരോരുത്തർക്കും കൃത്യമായ കാഴ്ചപ്പാട്. എന്തിനാ മരിക്കുന്നറിയോ?
നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഖിയാമത്തിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. പ്രതിഫലം ലഭിക്കുന്ന ലോകത്തിന് ഈ ഇരിക്കണിനൊക്കെ ഒരു ഉപകാരം ഉണ്ടാകും. തിന്മ മാറ്റി വെക്കണതിനൊരു ഉപകാരം ഉണ്ടാകണം. നന്മ ചെയ്യണതിനൊരു ഉപകാരം ഉണ്ടാകണം. കുത്തുവാക്കുകളും അസഹനീയമായ പരിഹാസങ്ങളും ക്ഷമിക്കുന്നതിന് ഒരു ഉപകാരം ഉണ്ടാകാം. നിന്ദ്യതയും ദാരിദ്ര്യവും അനുഭവിച്ചിട്ടും സുബറെടുക്കുന്നതിൽ ഒരു ഉപകാരം ഉണ്ടാകും. അതെന്താ? പരലോകത്ത് അല്ലാഹു തആല ഖൈറിന് ഖൈറ്, ഷർറിന് ഷർ, ഖൈറിന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി മുതൽ അതിനപ്പുറത്തേക്ക് എന്താ പറയാ, കണക്ക് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, കണക്കാക്കാത്ത നിലയിൽ. ഷർറിനോ തത്തുല്യമായത്. രണ്ടും കൃത്യം. അള്ളാഹിന്റെ ഖുർആനിന്റെ എന്താ പറയാ, അതിന്റെ ലാഹിറിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് അപ്പൊ പറഞ്ഞ വാർത്തറിയാം, فمن زحزح عن النار وأدخل الجنة فقد فاز. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു, അവനാണ് വിജയം നേടുന്നത്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 185-ാമത്തെ ആയത്ത്. ഇവിടെ പോയിന്റ് എന്താ അറിയോ? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത്ത്. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ സ്വർഗത്ത് പ്രവേശിച്ചു. ഫഖദ് ഫാസ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ വിജയിച്ചു. അവൻ ശരിക്കും SSLCക്ക് ഫുള്ള് മാർക്ക് കിട്ടലല്ല വിജയം, +2ന്റെ ഫുൾ മാർക്കല്ല വിജയം. ഏതെങ്കിലും ലൈഫ് സെറ്റിൽമെന്റ് എന്നൊക്കെ പറയില്ല നമ്മൾ, അയാളുടെ ബിസിനസ് സക്സസ്. 21 വയസ്സിൽ 25 കോടിയുടെ ആസ്തി. കണ്ടല്ലോ നിങ്ങൾ ഈ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആണ് ചിലപ്പോൾ ലൈവായിട്ട്. ഇപ്പൊ മൊബൈലൊക്കെ ഇഷ്ടം പോലെ എങ്ങനെ 10 റുപ്യ ഉണ്ടാക്കാന്ന് അന്വേഷിച്ചുകൊണ്ട് മുന്നിലൊക്കെ കുറെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ അയാളെ കുറിച്ച്? എത്ര പെട്ടെന്ന് അയാൾ കോടീശ്വരൻ, ആകെ വയസ്സ് 28 ഇതൊക്കെ ലൈഫിലെ വിജയത്തിനെ കുറിച്ചുള്ള ചിത്രങ്ങളാണ്. അയാളുടെ പ്രശ്നങ്ങൾ, അയാൾ അനുഭവിച്ച പ്രയാസങ്ങൾ. വെറും 6000 രൂപയിൽ നിന്ന് തുടങ്ങി 60 കോടിയിലധികം ആസ്തിയിലേക്ക് എത്തിയ ഒരാൾ ഞങ്ങളുടെ നാട്ടുകാരനാണ്. വെറും 6000 രൂപയിൽ തമിഴ്നാട്ടിൽ തുടങ്ങിയതാണ്. ലൈഫ് സെറ്റിൽമെന്റ് നമ്മൾ പറയില്ലേ, ലൈഫ് വിജയം, കരിയർ. അങ്ങനെ വിജയത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ചിത്രങ്ങളും ബോധങ്ങളൊക്കെ. ശരിക്കും ലൈഫിലെ വിജയം എന്നാണ് ഒറ്റൊന്നുണ്ടോ? എന്താ പറയുക, നരകത്തുനിന്ന് രക്ഷപ്പെടുക. ബാക്കി എന്താ പറഞ്ഞു? സ്വർഗത്ത് കടത്ത്. ഇതാണ് വിജയം. ഫഖദ് ഫാസ്. അതാണ് മഫാസ, അതാണ് ഫലാഹ്. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. കാരണം എന്താണെന്നറിയോ? അവര് ഭയപ്പെട്ടതിൽ നിന്ന് രക്ഷപ്പെടുകയും ആഗ്രഹിച്ചത് നേടുകയും ചെയ്തു. ആഗ്രഹിച്ചത് എന്താ? സുഖമാണ്. ആഗ്രഹിച്ചത് എന്താ? സമാധാനമാണ്, സ്വസ്ഥതയാണ്, നിർവൃതിയാണ്, ആശ്വാസമാണ്, തെളിനീരാണ്, ആനന്ദമാണ്, മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണതയാണ്. ജരാനരകൾ ബാധിക്കൂല, പ്രായമാകൂല. 33-34 വയസ്സ് മാത്രം പ്രായം. ആശിച്ചതും ആഗ്രഹിക്കുന്നതും മുഴുവനും ജീവിതത്തിലേക്ക് കടന്നവരാണ്. എല്ലാറ്റിനും ഉപരി റഹ്മാനായ റബ്ബിന്റെ തൃപ്തി, അതിനും അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ തിരുമുൽ കാഴ്ച. ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗവും സ്വർഗസുഖങ്ങളും. അള്ളാഹു റബ്ബുൽ ഇസ്സ നമുക്കൊക്കെ അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മനസ്സറിഞ്ഞിട്ട് എനിക്ക് നമുക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറയട്ടെ, ഒന്നും വിചാരിക്കാം എന്താ ഇയാളത് നമ്മളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തോന്നണ്ട. നമ്മൾ ഏത് ഇൽമിൻ്റെ സദസ്സിലിരിക്കുമ്പോഴും നമ്മുടെ നീയത്ത് നല്ലോണം നന്നാക്കിയിട്ടിരിക്കണം. 10 മിനിറ്റാണ് ഇരിക്കണം, 10 മിനിറ്റും. എൻ്റെ ഒരു സുഹൃത്ത് പറയണത്, സുഹൃത്ത് പറഞ്ഞാൽ എൻ്റെ ഉസ്താദും കൂടി അദ്ദേഹം പറയും, ഏത് സ്ഥലത്ത് ചെന്നാലും, അതായത് ശരിക്കൊരു അഹ്ലുൽ ബിദ്അത്തിന്റെ അഹ്ലുകാരല്ലാത്ത സുന്നത്തിനോട് യോജിക്കുന്ന ഏത് ടീമിന്റെ ക്ലാസ് ആണെങ്കിലും മൂപ്പര് എന്ത് ചെയ്യുന്നൊരു ഹംദും സ്വലാത്തും മുഖദ്ദിമായിട്ട് ഓതുന്ന ആയത്ത് ഓതുന്ന വരെങ്കിലും ഇരിക്കും. എന്നിട്ട് എണീറ്റ് പോകും. കാരണം ആ കൂലി കിട്ടുമല്ലോ എന്നാണ്. ഞാൻ ഒരിക്കലും ആലോചിക്കാത്തൊരു പോയിന്റ് മൂപ്പര് വന്നാണ്. നമ്മൾ ചില ആൾക്കാരെന്ത് വിചാരിക്കാറ്, അവിടെ ഇരിക്കേണ്ടത് അഹ്ലുൽ ബിദ്അയാണ്, വേഗം പോവാന്ന് വിചാരിക്കും. അല്ല, ഹംദും സ്വലാത്തും ചൊല്ലുന്ന ശാസ്ത്രീയക്കും അതിനൊരു വർക്കത്തുണ്ടാവും. കാരണം ചില ആൾക്കാർ നിങ്ങളെ തൊട്ടടുത്ത് കുണിയെന്ന് പറഞ്ഞ മാതിരി അർവാഹുൽ മുഖദ്ദസ് അവിടെ ഉണ്ടാവില്ല, പക്ഷെ മലായിക്കത്തുകൾ ഉണ്ടാവും. ക്ലിയറായില്ലേ? ക്ലിയറായ? അർവാഹുൽ മുഖദ്ദസ് അവിടെ ഉണ്ടാവില്ല, കാരണം അത് മരിച്ചുപോയ ആൾക്കാർ ഇവിടെ വരില്ല. പിന്നെ മലായിക്കത്തുകൾ ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി, ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ആഗ്രഹിച്ചത് നേടിയെടുക്കുക. എന്താ ശരിക്കും ആഗ്രഹിച്ചത് നേടുക? ലൈഫിലുണ്ടല്ലോ മധുരപ്രതികാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ശരിക്കും മധുരപ്രതികാരം എന്താണ്?
ശരിക്ക് എൻ്റെ ജീവിതത്തിലെ ശൈശവ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച പട്ടിണിയും പ്രയാസങ്ങളും പരിഭവങ്ങളും പലരുടെ മുന്നിൽ ഞാൻ കൈനീട്ടിട്ട് ഒരു മനുഷ്യനെ സഹായിച്ചിട്ടില്ല. പക്ഷെ അവസാനം ഞാൻ കൈനീട്ടാൻ ആഗ്രഹിച്ചവർ പോലും എൻ്റെ മുന്നിലേക്ക് വരുന്നൊരവസ്ഥാ വിശേഷം ലൈഫ് സെറ്റിൽമെന്റ്. അങ്ങനെ തിയറി ഭയങ്കര കറക്റ്റാണ്, തിയറി കറക്റ്റാണ്. പക്ഷെ ശരിക്കും ഇസ്ലാമിക് തിയറി അനുസരിച്ച് നോക്കുമ്പോൾ ലൈഫ് സെറ്റിൽമെന്റ് പറഞ്ഞാൽ സ്വർഗം കിട്ടലാണ്. അതിൽ കുറഞ്ഞൊരു സെറ്റിൽമെന്റ് നമുക്കില്ല. ബാക്കിയൊക്കെ ശാശ്വതമല്ല, ഒക്കെ നശ്വരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്തായാലും എന്തോ ആയി നിൽക്കും. നമ്മളെന്തോ ആയി, ദുനിയാവിൽ എന്തൊക്കെയായി, കോടീശ്വരനായി, നല്ല ഹെൽത്ത് എന്താ പറയാ, നല്ല ഡെവലപ്പായ ഒരാളായി, നല്ല എല്ലാ നിലക്കും ആളുകൾക്ക് റോൾ മോഡലായി എന്നൊക്കെ വിചാരിക്കുക. എന്നാലും അവസാനം പോയിട്ട് ചാടുന്നത് നരകത്തിന്റെ കുഴിയിലാണെങ്കിൽ അവിടെ ലൈഫ് സെറ്റിലേ ഇല്ല. ശരിക്കും ലൈഫ് സെറ്റിൽ നടന്നതാണ്. നമ്മുടെ സഹോദരിമാരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ശരിക്കും ചിലരല്ലേ മനസ്സമാധാനത്തിൽ ഉറങ്ങിയിട്ട് കാലം കുറയുന്നു. നിങ്ങൾ ദുനിയാവെന്ന് പ്രതീക്ഷിക്കണ്ട, കിട്ടിയ ഭാഗ്യം. എന്നാൽ മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ അള്ളാഹു ഒരു ലോകം നിശ്ചയിച്ചിട്ടുള്ളത് ഏതാ? സ്വർഗം മാത്രം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ കിട്ടിയാൽ അൽഹംദുലില്ലാ, ഇവിടെ കിട്ടിയാൽ അൽഹംദുലില്ലാ. അപ്പൊ ശരിക്കും നരകത്ത് നിന്ന് രക്ഷപ്പെടുന്നതാണ്. ശരി, ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യം പെട്ടെന്ന്, ഞാൻ 20ലധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത്രയൊന്നും പോകില്ല. അതുകൊണ്ട് ഇടകലർത്തിയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളായി അള്ളാഹു അവരുടെ കിതാബിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുസുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമുണ്ട്. അത് മാത്രം ഞാൻ സൂചിപ്പിക്കാം. ശരിക്ക് ഈമാൻ സ്വീകരിച്ച അമൽ സാലിഹാത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇഖ്ലാസോടെ ഇത്തിബാവോടുകൂടി ജീവിക്കുന്ന ഒരുത്തിനുള്ളതാണ് സ്വർഗം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കണം. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു മുഅ്മിനിന് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, ആദരവ് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷയാകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവും അവന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ ഇവിടെ അത് ഖുർആനിലും സുന്നത്തിലും നോക്കിയാൽ 1, 2 കാണൂല. ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് 1, 2 ഇട്ടാണെന്ന് വിചാരിക്കരുത്. ഒന്നാമത്തെ കാര്യം തരും, വിശ്വാസത്തോടെയും ഇഖ്ലാസോടുകൂടിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞു നോക്കി. അല്ലെങ്കിൽ ഞാൻ വയലുറയിലും നിങ്ങൾ കേൾക്കലും മാത്രമാണ്. മറ്റേത് നമ്മൾ രണ്ടുകൂട്ടും കൂടി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. എങ്ങനെ? ഈമാനോടെയും ഇഖ്ലാസോടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ഇത്ബാൻ ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൻ യുവാഫി അബ്ദുൻ യൗമൽ ഖിയാമത്തി യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ഇല്ലാ ഹറമഹു അല്ലാഹു അലൈഹി النار. സഹീഹ് ബുഖാരി 6423 നമ്പർ ഹദീസ്. നബി തിരുമേനി പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അതിലൂടെ അള്ളാഹുവിന്റെ വജ്ഹ് കാക്ഷിക്കുകയും ചെയ്തവരെ അള്ളാഹു നരകത്തിന് ഹറാമാക്കിയിരിക്കുന്നു. തീർച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു അള്ളാന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചിട്ട് അങ്ങനത്തെ ഒരാൾക്ക് നരകം ഹറാമാണ്. അല്ലാഹു അക്ബർ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ഇന്നലെ സമൂഹത്തിൽ കണ്ടുവരുന്ന അനാചാരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായതും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ അതിനോട് പുറംതിരിഞ്ഞു നിന്നവരാണ്. അതിന്റെ ഭക്ഷണമോ അതിന്റെ ഒരു അവശിഷ്ടം പോലും തങ്ങളുടെ പുരക്കകത്തേക്ക് വരരുതെന്ന് ആഗ്രഹിച്ചവരാണ്. എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ. ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അതിന്റെ പേരിൽ തൗഹീദിനോടുള്ള ഹുബ്ബ് കൊണ്ട്, തൗഹീദിന്റെ വഖാറ് കൊണ്ട്, തൗഹീദിന്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കിയതുകൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ര മഹത്തരമുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, എന്താപ്പത് നമ്മൾ എപ്പോൾ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണോ ചർച്ച എന്ന് ചിലപ്പോൾ ചിന്തിച്ചാല് ഒരു മുവഹിദിനെ ചിന്തിക്കാൻ കഴിയില്ല. കാരണം അറിയോ, ബാക്കി ജീവിതത്തിൽ എന്ത് ന്യൂനത ഉണ്ടെങ്കിലും ഈ ഒരൊറ്റ കാര്യം ഉണ്ടെങ്കിൽ അള്ളാഹ് അത് മുഴുവൻ പുറത്തു നിന്നിട്ട് അവന്റെ ഫളലുകൊണ്ട് ഹഖഖ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ശരി ഓ വിജയിച്ചു എന്നൊക്കെ അബൂദർ എന്ന ഹദീസ് കാണാൻ പറ്റും. തുഫ്ലിഹൂന, വിജയിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? അതൊക്കെ ചെയ്യാനാണോ? അല്ല, പറ്റിപ്പോയാൽ തന്നെ ഇതൊരു കഫാറത്താണെന്ന്. അത്ര പ്രധാന ലാ ഇലാഹ. ചിലപ്പോൾ തോന്നുന്ന ആൾക്കാർക്ക് എന്തിനത് ഇങ്ങനെ അത് ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ തുടക്കത്തിൽ എന്തിനാ ആദ്യം പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ഞാൻ ആദ്യം പറഞ്ഞ എന്തിനപ്പോ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും.
നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് മാത്രം ഞാൻ പറയാം. ഈ ലോകത്തേക്ക് നമ്മൾ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആനിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിമാര് മുഴുവനും വന്നത് എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടിയാണ് അല്ലേ? നമ്മൾ മരിക്കുമ്പോൾ പറയേണ്ട അവസാനത്തെ വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാളെ ഖബറിൽ കൊണ്ടുപോയി ഇറക്കി വെച്ചാൽ മലായികത്തുകൾ വന്നിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തിട്ട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രസക്തി ഉണ്ടോ ഇല്ലേ? ആലോചിക്കും. ജീവിതം മുഴുവൻ അയിമ കെട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും രസകരമായ വിഷയമുണ്ട്. ചിലപ്പോ തോന്നുന്നു നമുക്ക് എന്തിനാ ഈ തൗഹീദ് പറയുന്നിടത്ത് ഇതന്നെ ദഅവത്ത് നടത്തുന്നിടത്ത് ഇതന്നെ മുഖ്യമായി പറയണത് എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും രസകരമായ ഒരു ആൻസർ എന്ന് പറയുന്നത്, മക്ക രാജ്യത്ത് നിന്ന് മദീന രാജ്യത്തേക്ക് ത്യാഗം സഹിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയില്ലേ? പോയി. കഷ്ടപ്പെട്ടില്ലേ? കഷ്ടപ്പെട്ടു. എന്നിട്ട് മദീന രാജ്യത്ത് നബി തിരുമേനി ചെന്നിട്ട് അതൊരു ഇസ്ലാമികമായ ഒരു അവസ്ഥാവിശേഷം മദീനത്ത് ഉണ്ടാക്കിയെടുത്തില്ലേ? ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് മദീന ഒരു തൗഹീദിന്റെ മണ്ണായി മാറിയില്ലേ? മണ്ണായി മാറി. ആ മദീന രാജ്യത്ത് ജീവിക്കുന്ന മുഹമ്മദ് നബിയോട് അള്ളാഹ് പറയാ, 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദില്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ മണ്ണിൽ ജീവിക്കുന്ന നബിനോട് അള്ളാഹ് പറയാ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നബി നിങ്ങൾ അറിയണോ? അത്ര കൊല്ലം നബി കഷ്ടപ്പെട്ടതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടിയിട്ടാണ്. ഒരു നബിനോട് വീണ്ടും അള്ളാഹ് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ നിങ്ങൾ അറിയണോ? അത്ര ഗൗരവമുള്ള വാക്കാണ്. അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാരാണ്. ഇവിടെ പോയിന്റ് എന്താ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നേന്നറിയോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്ന ആളുണ്ടല്ലോ, ആ കലിമത്തടക്കം ഇങ്ങനെ പറയും. എന്ത്? ദിക്റായിട്ട്. എന്തായിട്ട് പറയും? ദിക്റായിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇടക്കിടക്ക് പറയും. വീട്ടിൽ നിന്ന് പറയും, പുറത്തുനിന്ന് പറയും, അങ്ങാടിന്ന് പറയും, വണ്ടിന്ന് പറയും, ബസ് കയറിയ പറയും, അങ്ങാടി ചെന്ന പറയും, ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയാലും പറയും. എനിക്കൊരു കഫീൽ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ ഞാൻ ഉള്ളപ്പോ. എന്റെ കഫീലിന്റെ പാർട്ട്ണർ ഉണ്ട്, അദ്ദേഹം ആബാഹക്കാരനാണ്. അദ്ദേഹം കാണാം, അദ്ദേഹം വിരലിനെ ചൂണ്ടിപ്പിടിക്കും. അതിന്റെ ഹുക്കും എനിക്കറിയില്ല, ഞാനിതൊരു പഠിച്ചിട്ടില്ല. അദ്ദേഹം ഇടക്കിടക്ക് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് അന്ന് അറിയില്ലായിരുന്നു ഈ സംഗതി. അല്ലാഹ് എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് ഇത് വിഷയം പഠിക്കുന്നത്. കാരണം ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. എങ്ങനെ പറയുന്നു? അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട്. അതൊരു ദിക്റാണ്. എത്രത്തോളം അറിയോ? ജദ്ദിദു ഈമാനകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ പുതുക്കാനുള്ള വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ശരിക്കും സ്വർഗം കിട്ടുന്ന കാര്യവും നരകത്തൊന്ന് രക്ഷപ്പെടാനുള്ള കാര്യം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് പ്രധാന വിഷയമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്തറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാന്നുള്ളതാണ്. പറഞ്ഞാൽ പോലും നരകമോചനം ഉണ്ടെന്നാണ്. അപ്പൊ പിന്നെ ജീവിച്ചാലോ അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഹീദിനെ തഹ്ഖീഖ് ചെയ്ത് ഹഖഖ തൗഹീദ്, അങ്ങനെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരി. ഇനി രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ലോകത്ത് വന്ന നബിമാര് മുഴുവൻ സൂറത്തു ശുഅറായില് ഒരു 8-10 നബിമാരുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ ആയത്ത് ഇങ്ങനെ തുടർന്നു വരുന്ന ഒരു കാര്യത്ത് കാണാം, ഫത്തഖുല്ലാഹ് ഫത്തഖുല്ലാഹ് വത്തഖുല്ലാഹ്. തൗഹീദ് പറഞ്ഞിട്ട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിങ്ങളോട് എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം തഖ്വയുള്ളവരാവുക എന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ വകയല്ല കേട്ടൊന്നോ, ഒന്നും വിചാരിക്കരുത്, എന്റെ വകയല്ല. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 71-72 ആയത്ത് അല്ലാഹു പറയാൻ, وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا ثُمَّ نُنَجِّي الَّذِينَ اتَّقَوْا وَنَذَرُ الظَّالِمِينَ فِيهَا جِثِيًّا. ആ നരകത്തിനടുത്ത് വരാത്തവരായ ഞങ്ങളിൽ ആരും തന്നെ ഇല്ല. അത് നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ നടപ്പിലാക്കപ്പെടുന്നതുമായ തീരുമാനം അത്രയത്. പിന്നീട് തഖ്വ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളെ മുട്ടുകുത്തിയവരായിക്കൊണ്ട് നാം നരകത്തിൽ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? മുത്തഖീങ്ങളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അക്രമികളെ മുജ്രിമുകളെ
ശിർക്കും കുഫറും മഅസിയത്തും പ്രവർത്തിച്ചവരെ, തഖ്വയില്ലാത്തവരെ അല്ലാഹു തആല നരകത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആനിൽ പറയാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങൾക്കാണ് ദുനിയാവിലും രക്ഷ, ആഖിറത്തിലും രക്ഷ. ശരി, നമ്മളെല്ലാ വെള്ളിയാഴ്ചയും മിമ്പർമത് കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഇത്തഖുല്ലാഹ ഹഖ തുഖാതി. കേട്ടില്ല നിങ്ങൾ? അല്ലേ? എല്ലാവരും വിളിക്കും. ആഴ്ചയിൽ ഒരു ദിവസം പള്ളിക്ക് വരുന്നവനോടും പറയാം ഇത്തഖുല്ലാഹ ഹഖ തുഖാതി. അവനെ അപ്പുറം നിസ്കരിച്ചിട്ടുണ്ടാവില്ല, അപ്പുറം നിസ്കരിച്ചിട്ടുണ്ടാവില്ല, എന്നാലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് പഠിപ്പിച്ച് മിമ്പർമത്, അല്ലേ? നിങ്ങൾ ആലോചിക്കും, ശരിക്കും എന്താണ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിന? നിങ്ങൾ മുറപ്രകാരം അള്ളാഹിനെ സൂക്ഷിക്കാനാണല്ലോ പറയാ. അതിന്റെ മഅനതാണല്ലോ, ആശയമാണല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, അള്ളാഹിനെ മുറപ്രകാരം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതെ അവനെ അനുസരിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത് അവനെ വിസ്മരിക്കാതെ, മറക്കാതെ എന്നും റബ്ബിനെ ഓർത്തുകൊണ്ടേയിരിക്കുക എന്നതാണ്. മൂന്നാമത് അള്ളാഹുവിന് നന്ദി കാണിക്കുക, ഒരിക്കലും അവനോട് നന്ദി കേട് കാണിക്കരുത്. അപ്പൊ ശരിക്കും നിങ്ങൾ അന്വേഷിക്കും, അനുസരിക്കണം, അനുസരണക്കേട് കാണിക്കരുത്, ഓർക്കണം, മറക്കരുത്, നന്ദി കാണിക്കണം, നന്ദി കേട് കാണിക്കരുത്. ഇതാണ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി എന്ന് പറഞ്ഞാൽ. എന്ന് ആര് പറയുന്നു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒരു സഹാബിയല്ലേ? നിങ്ങൾക്ക് അതിന്റെ വില മനസ്സിലാത്തോണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചോദിക്കൂല, എന്നാലും പറയണേ. പ്രമുഖ മുഫസ്സിറുകൾ പഠിച്ചാൽ മക്കത്തെ മുഫസ്സിറാണ് ആരറിയും? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. മദീനത്തെ മുഫസ്സിറാണ് സയ്യിദ് ബിൻ അസ്ലം. കൂഫ ബസറ അവിടെയുള്ള മുഫസ്സിറാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അതുപോലെ ഉബയ്യ് ഇബ്നു കഅബ് ഉണ്ട് ഒരു ഭാഗത്ത്. ഇങ്ങനെ പ്രമുഖരായ 4 മുഫസ്സിറാണ് സ്വഹാബത്തിന്റെ കുടുംബത്തിൽ. അതിന് ഒന്നാമനാണ് അറിയുന്നത്. ചിലയിടത്തൊക്കെ ഇബ്നു അബ്ബാസിനെ മറികടക്കുവാൻ പ്രതാപത്തില് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞ് നമ്മൾ അത്ഭുതപ്പെട്ടു. വിശുദ്ധ ഖുർആനിന്റെ ആദ്യ അവസാനം മുഫസ്സിറാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അത്ര പ്രമുഖരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ആധികാരികമാണ്. അതാണ് ആധികാരികം, വേറെ ഒന്നും ആധികാരികമല്ല. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക, ഇങ്ങനെ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് മുത്തഖി. അയാളാണ് മുത്തഖി. ഈ തഖ്വയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ലോകമാണത്. അവരെ രക്ഷപ്പെടുത്തുന്നു ഇവിടുന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ ശരിക്ക് മുത്തഖി ആവുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ് അതിന്റെ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ ഈ മിമ്പർമെന്ന് ഈ ഒരു ഖുതുബ വന്നിട്ട്, ഈ റമളാൻ വന്നിട്ട് ഈ മിമ്പർമെന്നിനെ കേട്ടിട്ടുണ്ടാവും. താഴെ എത്ര ദിവസം എടുക്കുന്ന ക്ലാസ്സിന് കേട്ടിട്ടുണ്ടാവും. എന്ത്? കുത്തിബ അലൈക്കും സിയാമു കമാ, ബാക്കി പറയും, ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് ഇടക്കങ്ങൾ ഉറങ്ങുമെന്ന് പേടിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഉറങ്ങൂല, കാരണം എനിക്ക് ഉറക്കം വന്നിട്ട് കാര്യമില്ല, കയ്യിൽ നിങ്ങളോട് പറയണല്ലോ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ആസ്വാദന സദസ്സായിട്ട് മാറും. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഞാൻ സാധാരണ പറയുന്നത്, തലേണയും കിടക്കും പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും വേണ്ട, ഇവിടെ കിടന്നാൽ മതി, സുഖമായിട്ടാണ്. അതാണ് അള്ളാഹുവിന്റെ പള്ളി. ശരി, ഇവിടെ എല്ലാവരും നമ്മൾ പൊതുവെ പറയണം, നമ്മൾ തഖ്വ പാലിക്കണം അല്ലേ? ശരിക്ക് നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ എന്താ പറയാ, പള്ളിയിലെന്നും കേൾക്കുന്നതാണ് കുത്തിബ അലൈക്കും സിയാമ കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ പാലിക്കാനാണ്. അപ്പൊ ശരിക്കും നോമ്പ് എന്തിനാണെന്നറിയോ? ഈ നോമ്പ് കൂടി നമുക്ക് വന്നത് എന്തിനറിയും? തഖ്വ ഉണ്ടാകാനാണ്. നോമ്പിന്റെ ഒരു ബൈ റിസൾട്ട് ആണ് തഖ്വ എന്ന് പറഞ്ഞാൽ. നോമ്പ് നോറ്റാൽ തഖ്വ ഉണ്ടാകണം. ശരി, ഞാൻ എന്താ തഖ്വ എന്നൊന്നുകൂടി പറഞ്ഞുതരാം. ചെറിയൊരു കഥ മാത്രം. മദീനത്തെ പള്ളി, മസ്ജിദുൻ നബവി, ഖൈമ ടെന്റാണ്, തൂണുകളിലാണ്. രസം എന്താ വെച്ചാൽ, ഒരു തൂണിൽ നിന്ന് ഇങ്ങനെ നടന്ന ഒരു സഹാബി. അപ്പോൾ അപ്പുറത്തൊരു സഹാബിനെ കണ്ടു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരുടെ ഇടയിൽ തൂണ് മറയിട്ടു. വീണ്ടും പുറത്തെത്തി, വീണ്ടും അയാളോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത തൂണുമ്പോൾ പിന്നെയും മറയിട്ടു. അപ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പള്ളിക്ക് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സലാം പറഞ്ഞു നോക്കി, എന്താ ഞങ്ങൾക്ക് ഭ്രാന്തായി മിനിമം എന്താ സലാം കൊണ്ട് എറിഞ്ഞെടുക്കേണ്ട പൊട്ടനാഴ്ച ദേഷ്യം പിടിച്ച ആൾക്കാരല്ലേ? അതാണ് നമ്മളും സ്വഹാബത്തും തമ്മിൽ ആയിരക്കണക്കിന് വ്യത്യാസങ്ങളിലെ ഒരു വ്യത്യാസം. ആ പള്ളിയുടെ മൂലക്കല്
സക്കാത്തിന്റെ ഇനത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു കൂമ്പാരുണ്ടായിരുന്നു, കാരക്കയുടെ ഈത്തപ്പഴത്തിന്റെ. ഒരു ചെറിയ കുട്ടി, മുട്ടുകുത്തുന്ന കുട്ടി, പ്രായത്തിലൊരു കുട്ടി, ആ കുഞ്ഞ് ഓടി മുട്ടുകുത്തിട്ട് ഇങ്ങനെ ചെന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണെടുത്തിട്ട് വായിക്കിട്ടു. കാരണം അവരുടെ മുഖ്യ ആഹാരമാണത് ഈത്തപ്പഴം, മുഖ്യ ഭക്ഷണമാണ് ഈത്തപ്പഴം. അതുകൊണ്ടാണ് സക്കാത്ത് മുഖ്യ ആഹാരമാണ്, സക്കാത്ത് കൊടുക്കുക മുഖ്യ ആഹാരമാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇത് കണ്ടു. കുട്ടി ആരാണ്? പേരക്കുട്ടി ഹസനാണ് റളിയല്ലാഹു അൻഹു. നബി പെട്ടെന്ന് ചെന്നിട്ട് വായിൽ ഇങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, തുപ്പിക്കണ്ട. പാപ്പാന്റെ കുട്ടിക്ക് അറിയില്ലേ സക്കാത്തിന്റെ മുതൽ നമുക്ക് പാടില്ല. ശരിക്ക് വലിയൊരു പോയിന്റ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരുന്നതിന് ഒരു കാര്യം കൂടി പറയട്ടെ, മറക്കണ്ട വെച്ചിട്ടാണ്. ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചാൽ ഇനിയെ പറയാൻ പോണ കാര്യം പിന്നെ നമുക്ക് പോയി. ശരിക്കും സക്കാത്തിന്റെ മുതല് അഹ്ലുബൈത്തിന് പാടില്ല, ഹറാമാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല. ഹദിയ സ്വീകരിക്കാൻ, സ്വതക്ക സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് ഹദിയ. എന്തുകൊണ്ടാണെന്ന് അറിയും? ശരിക്കും ശ്രദ്ധിക്കണം. സക്കാത്ത് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ചില ആൾക്കാർ പറയും സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ച് ഭയങ്കര മധുരമായിട്ട് പറയും. ഓ ആ ചങ്ങായി സക്കാത്ത് കൊടുക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്, ശരിയാണ്, നല്ലതാണ്, അല്ലാഹ് തൗഫീഖ് കൊടുക്കട്ടെ. പക്ഷേ നബി പറഞ്ഞ ഹദീസ് വെച്ച് വായിക്കുമ്പോണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഒരു മറുവശം പഠിക്കാറുണ്ട്. അഴുക്ക്, സമ്പത്തിലെ അഴുക്കാണ് സക്കാത്ത്, അത് അഹ്ലുബൈത്തിന് വേണ്ടാണ്. സമ്പത്തിന്റെ അഴുക്കാണ് സക്കാത്ത്, അത് നബി കുടുംബത്തിന് വേണ്ട. നിങ്ങൾ അഴുക്ക് എനിക്ക് വേണ്ട. മനസ്സിലാവുണ്ടോ? ഇവിടെ ഉണ്ടോ? പോയോ? മനസ്സിലാവുണ്ടോ? ഞാൻ എന്റെ സമ്പത്തിന്റെ 2.5% കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ എന്ത് തോന്നണ്ട? ആർക്ക് കൊടുത്താലും ഞാൻ എന്തോ ആണെന്ന് തോന്നണ്ട. എന്റെ സ്വത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വത്തിൽ നിന്ന് അഴുക്കിനെ നീക്കം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ അല്ല കേട്ടോ, ഇവിടെ പോയി. ഇവിടെ ഉണ്ടോ? അഴുക്കാണ് സക്കാത്ത്, അഴുക്കാണ്. പക്ഷെ അഴുക്കിന് അവകാശപ്പെട്ട 8 വിഭാഗം തന്നിട്ടുണ്ട്, ഓൽക്കെടുക്കാൻ. ഓൽക്കത് ഹലാലും തൊയ്യിഫാണ്. നിങ്ങൾ അയച്ചോക്കി. അപ്പൊ ശരിക്കും സക്കാത്ത് തലനാരിയുടെ കീറി നമ്മൾ പരിശോധിക്കണ്ടേ, കൊടുക്കണ്ടോ കൊടുക്കല്ലേ എന്നുള്ളത്? നമ്മുടെ സമ്പത്തിന്റെ അഴുക്കല്ലേ ഇത്? ആ അഴുക്ക് പോണ്ടേ? ആരാണ്ടതല്ലേ അത്? സുബ്ഹാനല്ലാഹ്, നബി പറയണം, മോനെ നമുക്ക് പറ്റൂല കേട്ടത്, സക്കാത്തിന്റെ പോലെ നമുക്ക് പറ്റൂല. ശരിക്കും നിങ്ങൾ ആലോചിച്ച്, നബി എന്താ ചെയ്തത്? കുഞ്ഞിന്റെ വായിന്ന് തുപ്പിച്ചു കളഞ്ഞു. അത് സാരല്ല, ഒരു കാരക്കല്ലേ എന്ന് നബി വിചാരിച്ചില്ല. എന്തുകൊണ്ടറിയോ? ഹറാം എന്റെ കുഞ്ഞിന്റെ വയറ്റിനകത്തേക്ക് വരരുത്, അതാ തഖ്വ. എന്റെ കുട്ടി ഹറാമ തിന്നരുത്, പലിശപ്പണത്തിന്റെ സമ്പാദ്യം എന്റെ കുട്ടിന്റെ വയറ്റിക്ക് വരരുത്, ആരാനെ പറ്റിച്ചത് എന്റെ കുട്ടി തിന്നരുത്, മറ്റുള്ളവരെ വഞ്ചിച്ച മുതൽ എന്റെ കുഞ്ഞിന്റെ വയറ്റിക്ക് വരരുത്, നേരവണ്ണം ജോലി ചെയ്യാതെ വാങ്ങിച്ച ശമ്പളം കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്റെ കുട്ടി കഴിക്കരുത്. ശരിക്കും പറഞ്ഞ ഞാനും കൊടുക്കും, നമ്മൾ കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇനി അധികം പറയില്ല, എനിക്കും പേടിയാലോ. ശരിക്കും നിങ്ങൾ ഹലാലും തൊയ്യിബും അല്ലാത്തൊരു ഭക്ഷണം ആർക്കും കൊടുക്കരുത്, മക്കൾക്ക് കൊടുക്കരുത്, ഇണകൾക്ക് കൊടുക്കരുത്, കുടുംബത്തിന് കൊടുക്കരുത്. അതാണ് ശരിക്കും തഖ്വ. ഇത് നീട്ടാനേ ഇന്ത്യ കുറെ കാലത്ത് ഇങ്ങനെ തന്നെ നീളില്ല. കുറെ ഞാൻ എന്തൊരു ബേർഡ് ഓയിലൊക്കെ തേച്ച് നോക്കണം, നീള് നോക്കട്ടെ. എളുപ്പമാണ്, 5 വക്ത് നിസ്കരിക്കാനും എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കണമെങ്കിലേ കുറച്ച് പ്രയാസം. സാധാരണ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം കൂടി കാണാം, ഞാൻ അതുകൂടി പറയാം. നബിനെ കുറിച്ച് പറയുമ്പോൾ സാഹത്തിൽ പറയണം. നബിന്റെ സദസ്സിന് എന്നും ഒരാൾ എഴുന്നേറ്റ് പോകണം, ദിക്ർ ചെല്ലാൻ അവൾക്ക് ഒഴിവില്ല, പെട്ടെന്ന് എഴുന്നേറ്റ് പോകണം. അപ്പൊ നബി ദിവസം ചോദിച്ചു, എന്താ നിങ്ങൾ ദിക്റല്ലാതെ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി, എന്റെ വീട് നിൽക്കുന്നത് ഒരു യഹൂദനായ ഒരാളുടെ വീടിന്റെ പരിസരത്താണ്, ഞാനും യഹൂദനും അയൽവാസിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നൊരു ഈന്തപ്പഴമരം ഇങ്ങനെ ചിരിഞ്ഞ് എന്റെ വീടിന്റെ ഉമ്മറത്തേക്ക് നിൽക്കുന്നുണ്ട്. അത് നല്ല കൊലച്ച് പാകമായ ഈന്തപ്പഴം, അയാളുടെ മുതലാണ്. അത് താഴത്തേക്ക് വീഴും. ഞാൻ ഇവിടുന്ന് ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞു മക്കള് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് അവരെടുത്ത് തിന്നാൻ കാരണം. അതുകൊണ്ട് അത് മുഴുവൻ ഞാൻ വാരിയെടുത്ത് അയാളുടെ പറമ്പിലേക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പുരക്കകത്തേക്ക് കയറിപ്പോകാറുള്ളത് റസൂലേ. അതാണ് തഖ്വ. ആരാൻ്റെ മുതൽ എൻ്റെ മക്കളെ തിന്നരുത്. ഞാനൊക്കെ ചിലപ്പോൾ ആലോചിക്കും, നാട്ടുപുറത്ത് കൂടി ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ ഈ മാവിൻ്റെ കൊമ്പ്, അടക്കപ്പഴത്തിൻ്റെ പേരക്കൻ്റെ കൊമ്പ് കിടപ്പായ എൻ്റെ ഒക്കെ കല്ല് എത്ര വട്ടം എൻ്റെ തലമണ്ടക്ക് വീണതാണെന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കും. എറിഞ്ഞിട്ട് ആരാൻ്റെ പറമ്പിൽ എറിയില്ലേ? കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ആലോചിക്കുക, എത്ര സ്ഥലത്ത് നമ്മൾ കാണും തേങ്ങ അങ്ങനെ പോകുമ്പോൾ ഒറ്റ തട്ടാ പതുക്കെ അവനാണ്ട് തുള്ളി, കാരൻ്റെ തേങ്ങ അവനാണ്ട് തുള്ളി. നിസ്കരിക്കാൻ മുന്നിലുണ്ടാവും, അത് തഖ്വയല്ല.
സൂക്ഷ്മത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും സൂക്ഷിക്കാൻ. ഇങ്ങനെയാണ് മുത്തഖിയാകുക. അല്ലാഹു തആല മുത്തഖീനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ തഖ്വ ഉണ്ടായുള്ള മെച്ചം അറിയോ? ലഹും മിൻ ഫൗഖിഹിം ളുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ളുലൽ ذلك يخوف الله به عباده يا عباد فاتقون. അവർക്ക് അവരുടെ മുകൾ ഭാഗത്ത് തീയിന്റെ തട്ടുകളുണ്ട്, അവരുടെ കീഴ്ഭാഗത്തുമുണ്ട് തീയിന്റെ തട്ടുകൾ. അതിനെ പറ്റിയാകുന്നു അല്ലാഹു തന്റെ അടിയാന്മാരെ ഭയപ്പെടുത്തുന്നത്. ആകയാൽ എന്റെ അടിയാന്മാരെ ഫത്തഖൂൻ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ. 39 സൂറത്ത് സുമർ 16. അതുകൊണ്ട് എല്ലാവരെയും അല്ലാഹു തആല നരകത്തിന് ചുറ്റും ഹാജരാക്കും. എല്ലാവരും നരകം കാണുന്നു. വിശ്വാസിയും കാണും, അവിശ്വാസിയും കാണും, മുസ്ലിമും കാണും, മുനാഫിക്കും കാണും, മുശ്രിക്കും കാണും, മുവഹിദും കാണും. എല്ലാവരും നരകത്തിലെടുത്തിട്ടു. എന്നിട്ട് നരകം എല്ലാവരും കാണും. നരകത്തിൽ അതിഭയങ്കരമായ കാഴ്ചകൾ ചുറ്റുപാടും നിന്ന് നോക്കിക്കണ്ട ശേഷം സൂക്ഷ്മത പാലിച്ചവരെ അതിലകപ്പെടാതെ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. കുറ്റവാളികളെ അതിൽ കടത്തി ശിക്ഷിക്കുകയും ചെയ്യും. രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? തഖ്വ. ആ തഖ്വ ഉണ്ടാകാൻ നോമ്പ്, തഖ്വ ഉണ്ടാകാൻ നിസ്കാരം, തഖ്വ ഉണ്ടാകാൻ ഹജ്ജ്, തഖ്വ ഉണ്ടാകാൻ തിലാവത്തുൽ ഖുർആൻ, തഖ്വ ഉണ്ടാകാൻ തദബ്ബുറുൽ ഖുർആൻ, തഖ്വ ഉണ്ടാകാൻ ഖുർആന്റെ പഠനം, ദിക്റുകൾ, സ്വലാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ തഖ്വ ഉണ്ടാകാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? ലാ ഇലാഹ. രണ്ടാമത്തെ കാര്യം തഖ്വ. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളെ കുറിച്ച് നബി തിരുമേനി എനിക്ക് പഠിപ്പിച്ചിട്ടാണ്. എന്ത് രസമാണ് നബി ഇങ്ങനെ പറയും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, നമുക്കത് ഇങ്ങനെ ഈ മനസ്സിൽ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ എ സംവിധാനമൊക്കെ വന്നപ്പോൾ ഈ കേരളത്തിലും തമിഴ്നാടൊക്കെ ഒരുമിച്ച് കടന്നിരുന്ന ഈ രാജ്യത്തേക്ക് പഴയ കാലഘട്ടത്തിൽ കപ്പലുകൾ ആള് വരുന്നതും ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ ചിത്രീകരണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ടുണ്ട്. ഇതിങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, സങ്കല്പിക്കാനേ പറ്റുള്ളൂ. നബി ഇതിങ്ങനെ പറഞ്ഞു, സ്വഹാബത്ത് മുഴുവനും സാഹൂതം കേട്ടിരിക്കും. എന്നിട്ട് അത് കപ്പളെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കല്ല, പിന്നെ പകർത്തും. അപ്പൊ അതൊരു വല്ലാത്തൊരു ജീവിതമാണ്, റിയൽ ലൈഫ്. അവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്ത് മുഴുവനും കാഫിറും മുശ്രിക്കുമാണെന്ന് പറഞ്ഞ വിഭാഗത്തിലെ ഒരു ചങ്ങായിയാണ് ഒരാഴ്ച മുമ്പ് മരിച്ചത്. മറ്റേ നമ്മുടെ ആൾക്കാർ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് ഷഹീദ് എന്ത് ഷഹീദ്, സഹാബികളെ കാഫിർ മുശ്രിക്കാക്കി എന്ത് ഷഹീദ് അല്ലേ? നിങ്ങൾ കണ്ടില്ലേ? പച്ച കാഫിറായിട്ട് ചിത്രീകരിക്കേണ്ട ആൾക്കാരെ നമ്മൾ ഷഹീദ് എന്ന് പറയുന്നത്. അല്ലാഹു തആല കാക്കട്ടെ. ഇത് ഈ സഹാബത്തിനെ കാഫിർ മുശ്രിക്കെന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരു സഹാബിയെ കാഫിറാക്കിയോ കാഫിറാണ് അഹ്ലുസുന്നത്തിന്റെ വിഷയം. എല്ലാ സഹാബിയും കാഫിറാന്ന് വിശ്വസിക്കണാണ് ഇറാൻ ഭരിക്കുന്ന ആൾക്കാർ. ആയിഷ ബീവി വ്യഭിചാരിയാണ് പച്ചക്ക് എഴുതിയിട്ടു ആര്? ഇമാം ഖുമൈനി, ആയത്തുല്ലാ ഖുമൈനി. അയാളുടെ വാക്യാണ് ഇപ്പത്തെ ആളെ 7ഓളം നിലപാടുകളുണ്ട് സ്വഹാബികളെ കുറിച്ച്. ചതിയന്മാർ, വഞ്ചകന്മാർ, എന്താ പറയുക, നേതൃത്വ പദവി പിടിച്ചടക്കിയവർ, അലിയുടെ വസിയത്തിനെ തട്ടിപ്പറിച്ചവർ, ഒരു 7-8 കാര്യങ്ങൾ ഈ ചങ്ങായി മരിച്ചില്ലേ അയാളുടെ പേരിൽ മാത്രമുണ്ട്. നമ്മൾ സ്വകാര്യമായിട്ട് പറയണ ഞാൻ നമുക്കൊക്കെ തരാൻ സാധിക്കും. എൻ്റെ കയ്യിലെല്ലാം ഈ സാധനത്തിനകത്ത് തന്നെ ഉണ്ട്, മൊബൈലുണ്ട്. അതൊരു ചാനൽ തന്നെ നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ശരിക്കും. ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ ഒന്ന് യഹൂദന്മാരാണ്, അത് അമ്പിയാക്കളുടെ ശത്രുക്കളാണ്. രണ്ടാമത്തെ ശത്രു ഷിയഈകളാണ്, അത് സ്വഹാബത്തിന്റെ ശത്രുക്കളാണ്. ഇത് രണ്ടും അഹ്ലുസുന്നത്തിന്റെ ശത്രുവാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സ്വഹാബത്ത് ഇങ്ങനെ കാണുക, അവരെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോ നബി പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. നബി പറയാണ്, അള്ളാഹു തന്റെ ഹബീബിനെ ഒരിക്കലും നരകത്തിലെറിയൂല. അല്ലാമത്തുൽ അൽബാനി സ്വഹീഹാണെന്ന് ഹുക്മ നൽകിയ ഹദീസാണ്. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ വാക്യം ശരിക്കുണ്ടല്ലോ മുഅ്മിനീങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റീവായ എനർജി ഉണ്ടാക്കി തരും. കാരണം എന്താ പറയുക, ഇത് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെയും ക്ഷമയെയും ഔദാര്യത്തെയും സൂചിപ്പിക്കുന്ന വാക്കാണ്. അള്ളാഹു അവന്റെ ഹബീബിന്, അവന്റെ ഇഷ്ടദാസനെ ഒരിക്കലും നരകത്ത് കാക്കൂല എന്നാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിക്കും, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയവനാണ് ഇഷ്ടദാസൻ. ഇഷ്ടം നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ അറിയും? ഒന്നാമത്തെ കാര്യം,
ജീവിതത്തിലുടനീളം സുന്നത്ത് നടപ്പിലാക്കുക. ആരാ സുന്നത്ത്? റസൂലുള്ളാഹിയുടെ സുന്നത്ത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിന്റെ വകയാണ്. അല്ല, അള്ളാഹ് പറഞ്ഞു 3-ാം അധ്യായം ആലു ഇമ്രാൻ 31-ാമത്തെ ആയത്ത് എന്താ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയെ പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്നെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ പിൻപറ്റിയാൽ എന്തുണ്ടാവുക? യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. നബി പറയാണ്, അള്ളാഹ് സ്നേഹിച്ച ഒരാൾ നരകത്ത് പോകൂല. അപ്പൊ നരകത്ത് പോകാതിരിക്കാൻ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം, റസൂലിനെ പിൻപറ്റണം. റസൂലിനെ പിൻപറ്റിയാൽ അള്ളാഹുവിന്റെ ഹുബ്ബ് ഉണ്ടാകും. സുബ്ഹാനക യാ അലീ, നിങ്ങൾ അനുസരിക്കും. മാത്രമല്ല യഗ്ഫിർ ലക്കും ദുനൂബക്കും, പാപങ്ങളൊക്കെ പുറത്തു. രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറയുക? തവക്കുലാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹ് ഇഷ്ടപ്പെടുന്നവര് നരകത്ത് പോലെന്നാണ്. തവക്കുലാക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സകല മേഖലയിലും നീതി പാലിക്കുന്നവർ, സൂറത്ത് മാഇദ 42. തഖ്വയോടെ ജീവിക്കുന്നവർ, സൂറത്ത് ബഖറ 76. നന്മ ചെയ്യുന്നവർ, സൂറത്ത് ബഖറ 195, സൂറത്ത് ആലി ഇംറാൻ 134. തൗബ ചെയ്യുന്നവർ, സൂറത്ത് ബഖറ 222. പ്രയാസങ്ങൾ ക്ഷമിക്കുന്നവർ, 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ 146. എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് മാത്രം ചോദിക്കുന്നവർ, ഇമാം തിർമിദിയുടെ സുനനിൽ ജാമിഅയിൽ. അങ്ങനെ ഒരുപാടുണ്ട്. ഇവരക്കാരാണ് അള്ളാഹുവിന്റെ ഹബീബാണ്, ഹുബ്ബ് കിട്ടിയവരാണ്. അള്ളാഹിന്റെ ഹുബ്ബ് കിട്ടിയവർ നരകത്ത് പോകില്ല എന്നാണ് അള്ളാഹു തആല കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാണ്. ഇനി നമ്മളൊരു കാര്യം കൂടി എന്റെ കൂടെ ഉണ്ട്, പറഞ്ഞപ്പോൾ ഓർമ്മ എന്ന് പറയാം. ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടെന്നറിയോ? നമ്മൾ ചോദിച്ചു വാങ്ങണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ അഹബ്ബക വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക. ചോദിച്ചു വാങ്ങണം, നിന്റെ ഹുബ്ബ് കൊണ്ടാ, തായോ നൽക്. ചോദിച്ചു വാങ്ങണം, നമ്മൾ ചോദിക്കണം. പ്രത്യേകിച്ച് നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ഉത്തരമുണ്ട്. നമ്മൾ ചോദിച്ചു വാങ്ങണം അള്ളാഹിന്റെ ഹുബ്ബ് കിട്ടാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കണം. അപ്പൊ നരകരക്ഷയുടെ 3-ാമത്തെ മാർഗം എന്താണ്? അള്ളാഹുവിന്റെ ഹുബ്ബ് കിട്ടിയവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. ശരി, 4-ാമത്തെ കാര്യം നമ്മളിപ്പോൾ അനുഷ്ഠിക്കുന്ന നോമ്പാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഒറ്റ ഹദീത്ത് മാത്രം. നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖലീഫ. ഒരു നോമ്പ് കൊണ്ട് 70 വർഷത്തെ വഴി ദൂരം. സുന്നത്ത് നോമ്പ്, ഫർള് നോമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്ത് എത്ര നോമ്പ് വെൽക്കും? 29, 30, 29, 30, 29, 30 നോമ്പ് അല്ലെ? പിന്നെ +6. പിന്നെ തിങ്കളും വ്യാഴവും വേറെ, അയ്യാമുൽ ബീദിൽ വേറെ. പിന്നെ 1.5 നോമ്പുണ്ട്. 1.5 നോമ്പ് വെൽക്കണം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ഈ നാട്ടിൽ തന്നെ. എനിക്കറിയുന്ന കുടുംബത്തിലുണ്ട് 1 ഇടവട്ട ദിവസങ്ങൾ ദാവൂദിന്റെ വീട് നോമ്പ് വെക്കുന്നത്. അപ്പൊ 6 മാസം നോമ്പ് പ്ലസ് വേറെ നോമ്പ്. എത്ര പോവാ? 70 വർഷത്തെ വഴി. ഒരു നോമ്പില് 30 × 70, 37. ഈ ഒരൊറ്റ റമളാൻ മാസം കൊണ്ട് മാത്രം ഏകദേശം 3000-ലധികം വഴി ദൂരം നരകത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ആലോചിച്ചേക്ക്, നോമ്പുകൊണ്ട് ഇത്ര മെച്ചുണ്ടെങ്കിൽ ഫർള് മാത്രമല്ല കേട്ടോ, നോമ്പ് എന്നേ പറഞ്ഞോളൂ. നോമ്പ് ഫർള് നോമ്പാകുമ്പോൾ ഒന്നുകൂടി ക്വാളിറ്റി കൂടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നബി പറഞ്ഞ നോമ്പ് ഒരു പരിചയം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഉപയോഗിച്ച് നോമ്പുകാരൻ നരകത്തിന് രക്ഷപ്പെടുന്നു. അസ്സൗമു ജുന്നത്ത് നമ്മളെപ്പോഴും കേൾക്കല്ലേ, അസ്സൗമു ജുന്നത്ത്. അതുകൊണ്ടാണ് അത്വാ ഇബ്നു അബി റബാഹ് എന്ന് പറഞ്ഞാൽ സയ്യിദു താബിഈന, താബിഈങ്ങളുടെ കൂട്ടത്തിൽ സഹാബി, താബിഈ, തബഉ താബിഈ. തബഉ താബിഈ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 12ഓളം അല്ലെങ്കിൽ ഏകദേശം കുറെ തൊബഖകളുണ്ട്, മർത്തബകളുണ്ട് അവർക്കിടയിൽ. ഇതില് താബിഈകളുടെ നേതാവ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് 30-ലധികം സഹാബത്തിൽ നിന്ന് ദീന് പിടിച്ചാണ്. എത്ര സഹാബി? അതിലൊരു സഹാബിന്റെ പേര് ആയിഷ എന്നാണ്, ഒരു സഹാബിന്റെ പേര് ഉമ്മു സുലൈമ, അതുപോലെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, കുറെ സഹാബത്ത് ദീന് പിടിച്ച മഹാനാണ്. അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീർ, ഏതായത്തിന്റെ തഫ്സീർ? 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 35-ാമത്തെ ആയത്ത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിത്, 10 രാജപാതകൾ പറയുന്നുണ്ട്. അതിനകത്ത് വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പ് നോൽക്കുന്നവരായ പുരുഷന്മാരും സ്ത്രീകളും എന്ന ഒരു വാചകത്തെ വിശദീകരിക്കും. അതേ പറയാം, വമൻ സ്വാമ ഫീ കുല്ലി ശഹ്രിൻ അയ്യാമൽ ബീദ് الثالث عشر والرابع عشر والخامس عشر
فهو داخل في قوله والصائمين والصائمات. എല്ലാ മാസത്തെയും വെളുത്ത ദിവസങ്ങളിൽ അഥവാ അയ്യാമുൽ ബീദിൽ 13, 14, 15 ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവൻ ഈ ആയത്തിൽ ഉൾപ്പെടും. ഏതായത്തിൽ? നോമ്പ് നോൽക്കുന്നവരായ പുരുഷന്മാരിലും സ്ത്രീകളിലും. ഒരു മദ്ഹാണ്, അള്ളാഹ് മദ്ഹ് ചെയ്യാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് സൗമു റമളാൻ അതുപോലെ അതിന് മേലുള്ള നോമ്പുകളും ഒക്കെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ അതിന് തഫ്സീർ വേറെ നൽകിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നോമ്പിന് അത്ര മഹത്വം ഉണ്ടെന്നാണ്. ആ നോമ്പിന്റെ നിരവധി മഹത്വങ്ങളിൽ ഒരു മഹത്വം എന്താണ്? നരകത്തുനിന്ന് രക്ഷപ്പെടുത്തും. അല്ലാഹു തആല നമ്മളിപ്പോൾ നോട്ട് നോമ്പുകൊണ്ട് അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യണം. നോമ്പാക്കൂല നമ്മൾ കാരക്ക തിന്നൂലേ, എന്തോ ഒരു സാധനം അകത്തൊക്കെ പോയി, അത് കഴിഞ്ഞ് അടുത്ത ഫ്രൂട്ട്സ് കഴിച്ചു, അതും അകത്ത് പോയി, വെള്ളം കുടിച്ചു, എന്തോ ഒരു സാധനം അകത്ത്. ഒരു രുചിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും? ശരിക്കും സത്യം പറഞ്ഞാല് വായക്ക് ടേസ്റ്റ് ഇല്ലാത്ത ഒരാൾ ഭക്ഷണം കഴിക്കണ മാതിരിയാണ് ചിലപ്പോൾ നമ്മൾ ഈ ഭാഗത്തെടുക്കൽ. അതിന്റെ ഹലാവത്ത് നമുക്ക് കിട്ടണില്ല. മാധുര്യം കിട്ടുമ്പോഴേ, അതിങ്ങനെ നുണഞ്ഞിറങ്ങി പോകുമ്പോഴേ നമ്മൾ കൈകെട്ടുന്നത് കേൾക്കല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അതിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം ഓരോ വാക്കുകളും, ഓരോ നമ്മൾ അള്ളാഹുവിനോട് പറയാ. അപ്പൊ അല്ലാഹു മജ്ജദിനി അബ്ദി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പറയാം. ഇങ്ങനെ ഓരോന്നിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക, അതൊന്നുണ്ട് അങ്ങനെ ഒരു വികാരമുണ്ട്. അതൊരു വല്ലാത്ത വികാരമാണ്. അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതൽ വിഷയിക്കാൻ സമയമില്ലാത്തതാണ് പോലെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ. കുറെ ഉണ്ട്, പക്ഷെ പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 5ാമത്തെ കാര്യം. ഇന്ന് ഞാൻ പറഞ്ഞ 5ാമത്തെ കാര്യം. ഇനി നമുക്ക് തൗഫീഖ് ഉണ്ട്, നമുക്ക് ഇനി ബാക്കി ഒറ്റ സമയത്ത് നമുക്ക് ബാക്കി പറയാം. 5ാമത്തെ കാര്യം സ്വതക്ക നൽകുക എന്നുള്ളത്. എന്താണ്? എന്താ ഒച്ചല്ലാത്തത് പറഞ്ഞപ്പോ ഉറക്കം പറയും, ഒന്നുകൂടി പറയും. അത് പറഞ്ഞപ്പോൾ എന്തൊരു ശബ്ദം കുറഞ്ഞ പോലെ തോന്നും. അങ്ങനെ കയ്യിൽ നിന്ന് പോണതുകൊണ്ടാണോ? അങ്ങനെ നല്ല നിങ്ങളെ കുറിച്ച് എനിക്ക് എന്ത് ധാരണയില്ല, തമാശയൊക്കെയാണ്. ആൾക്കാരെ മനസ്സിൽ സ്വതക്ക എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല, ഭക്ഷണം സ്വതക്കയാണ്, പണം പൈസ സ്വതക്കയാണ്, വസ്ത്രം സ്വതക്കയാണ്. അൽ കലിമത്തു ത്വയ്യിബത്തു സ്വതക്ക, നല്ല വാക്ക് സ്വതക്കയാണ്. വഫീ ബുളുഇ അഹദികും സ്വതക്ക, ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധവും സ്വതക്കയാണ്. ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഏതാണ് നമുക്ക് പറ്റുക അതൊക്കെ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ സ്വതക്കയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാ മിൻകും അഹദുൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ ഫയൻദുറു അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലിഹി വയൻദുറു അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ വയൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലാ അൻ-നാറ തിൽഖാഅ വജ്ഹി. നബി പറയാണ്, നിങ്ങളിൽ ഒരാളുമില്ല അവനോട് അള്ളാഹു സംസാരിക്കാതെ അവനും അള്ളാഹ്ക്കും ഇടയിൽ ഒരു പരിഭാഷകൻ ഉണ്ടാവില്ല, ട്രാൻസ്ലേറ്റർ ഇല്ല. ഒരാൾ തന്റെ വലതുഭാഗത്തേക്ക് നോക്കും, താൻ മുൻകൂട്ടി ചെയ്തതല്ല അതൊന്നും അവിടെ കാണൂല. ഇടതുവശത്തേക്ക് നോക്കും, അവിടെയും തന്റെ കർമ്മങ്ങളല്ലാതെ കാണൂല. മുന്നിലേക്ക് നോക്കും, അവിടെ നരകമല്ലാതെ കാണൂല. അതാണ് കാണാവുന്നവർക്ക് വേണ്ടി നരകം വെളിവാക്കപ്പെടുമെന്ന് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനാൽ ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറത്തിൻ, നിങ്ങളുടെ നരകത്തെ സൂക്ഷിക്കണം. എങ്ങനെ? ഒരു കാരക്കന്റെ, നിങ്ങളുടെ കയ്യിലാകെ ഒരു കാരക്കന്റെ ചെറിയ കഷ്ണമുള്ളൂ, ഒരു ഈന്തപ്പഴത്തിന്റെ ചെറിയൊരു കഷ്ണമുള്ളൂ. ഒരു ഉപമ നബി പറഞ്ഞുതരാണ്. അത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത്രയും പോകുന്നൊരു ചെറിയ കഷ്ണം കൊണ്ട് ഇങ്ങനെ ഇപ്പൊ നരകത്തിൽ രക്ഷപ്പെടാനല്ലേ? നമ്മളാണെങ്കിൽ ചിലപ്പോൾ പരിഗണിക്കില്ല, പക്ഷെ അള്ളാഹ് പരിഗണിക്കും. കാരണം നബി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഒരാൾ തന്റെ ഒട്ടകക്കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങളുടെ സ്വതത്തെ അല്ലാഹു തആല വളർത്തി വലുതാക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക റമളാനിൽ അല്ലാത്ത കാലത്ത് അത് കൊടുക്കാം. അത് കൊടുത്താൽ അതിന് നമുക്ക് ബന്ധപ്പെടേണ്ട. പണം കൊടുക്കാൻ കഴിയുന്നവർ പണം തന്നെ കൊടുക്കാം. അല്ല ഒന്നും കൊടുക്കാല്ലേ, നല്ല വാക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പുറത്തൊരാൾ ഇങ്ങനെ കാത്തുക്കുണ്ട്, പൈസ ഒക്കെ ചോദിച്ചിട്ട് പറയരുത്. അതൊക്കെ മാഫിയായിരിക്കും. നമ്മളൊന്നും ഊഹിക്കൊന്നും വേണ്ട. ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ വാക്ക് അത്രേ ഉള്ളൂ. നമ്മളോട് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഏൽപ്പിച്ചോണോ? ഇല്ല. മാന്യമായി സംസാരിക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് ഇവിടെ ആരും കാണണമെന്നില്ല, ചിലയിടത്തൊക്കെ അങ്ങനെ കാണാറുണ്ട്. കോറനോട് ഇറങ്ങിക്കോളും, റമളാൻ മാസമായ കുപ്പായിട്ടിട്ട്. ശരിയാണുണ്ട്, നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ കൊടുത്തോ.
ഇല്ലേ? നീ കൊടുക്കണോ? നല്ല വാക്ക് പറഞ്ഞോ ഒഴിവാക്കോ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരുന്നോ? എന്നാലും നിന്ദിക്കണ്ട, മോശമായിട്ട് പറയണ്ട, കാരണം നിന്നത് ഏൽപ്പിച്ചിട്ടില്ല. ഹിസാബ് കണക്കാക്കാൻ നിന്നോട് പറഞ്ഞില്ല, അത് അള്ളാന്റെ അടുത്താണ്. ഞാൻ സഹോദരങ്ങൾ പറഞ്ഞത് ഒരു ചെറിയത് കൊടുത്തിട്ടെങ്കിലും നരകത്തെ രക്ഷപ്പെടുത്തണം എന്നാണ്. അപ്പൊ അത്രത്തോളം പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതാ ഇബ്നു അബീ റബാഹിലെ അദ്ദേഹത്തിന്റെ ഒരു സംഭവം കൂടി പറയാൻ നിർത്തുക. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 35-ാമത്തെ ആയത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സ്വതക്ക കൊടുക്കുന്നവരായ പുരുഷന്മാർ, സ്വതക്ക കൊടുക്കുന്നവരായ സ്ത്രീകൾ എന്നവരിൽ ഉൾപ്പെടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് വമൻ തസദ്ദഖ ഫീ കുല്ലി ഉസ്ബൂഇൻ ബിദിർഹമിൻ ഫഹുവ ദാഖിലുൻ ഫീ ഖൗലിഹി, ആരെങ്കിലും ആഴ്ചയിൽ ഒരു ദിർഹം ദാനം ചെയ്താൽ അല്ലാഹുവിന്റെ ഈ വചനത്തിൽ അവൻ ഉൾപ്പെടും. ഏതാ വചനം? വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വതക്ക കൊടുക്കുന്ന പുരുഷന്മാർ, സ്ത്രീകൾ. എത്ര ഒരു ദിർഹം? എന്റെ ഒരു സുഹൃത്ത് അതിൽക്കുണ്ട് 24 റുപ്യ, 25 റുപ്യ. എത്ര രൂപ ഒരു ദിർഹമിന്? ആഴ്ചയിൽ ഒരു ദിർഹം കൊടുത്താൽ ഈ ആയത്തിൽ അയാൾ ഉൾപ്പെടുമെന്ന് 30 സ്വഹാബികൾ ദീന് പഠിച്ച മഹാനായ താബിഈ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു തആല. 24 റുപ്യ ഒരാഴ്ച കൊടുക്കാൻ പറ്റത്തില്ലേ? 24 റുപ്യ ഒരാഴ്ച കൊടുക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾ ആലോചിക്കുക. അള്ള പരിഗണിക്കണം നമ്മളെ. നമുക്കാണ് അള്ളാഹിനോട് വലിയൊരു, അള്ളാഹ്ക്ക് ഇപ്പൊ അതത്ര ഇഷ്ടാവോ എന്നൊക്കെ തോന്നല അമ്മക്കേ ഉള്ളൂ. നമ്മൾ എന്ത് മനസ്സറിഞ്ഞു കൊടുത്താലും അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹ്ക്ക് എന്താ വേണ്ടത്? അവന്റെ അടിമകൾ അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യണം, അവന് വെറുക്കണമൊന്നും ചെയ്ത്, അത് മാത്രം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊന്നും നമ്മൾ ചെയ്ത്. അതൊന്ന് പറയുമ്പോൾ ഒരു ദാനത്തിന്റെ മഹത്വം വിശാല. എന്തായാലും ഇപ്പൊ നമ്മുടെ നാട്ടില് ക്ഷമിക്കണം, നമ്മുടെ പള്ളിയിൽ സഹോദരിമാരുണ്ടല്ലോ. അപ്പൊ ഞാൻ ഓലയും കൂടി മുന്നിൽ വെച്ചിട്ടൊരു ഹദീസ് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അദ്ഹാ ഔ ഫിത്രിൻ ഇലൽ മുസല്ല. നമുക്ക് കേട്ട സംഭവമാണ്. ഈദുൽ അദ്ഹ അല്ലെ ഈദുൽ ഫിത്തറിന്റെ മുസല്ലയിലേക്ക് നബി നിസ്കരിക്കാം. അപ്പൊ ഹദീസ് തന്നെ ഉണ്ട്, എവിടെ നിസ്കരിക്കേണ്ടത്? മുസല്ലയിൽ നിസ്കരിക്കേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ പള്ളി, രണ്ടാമത്തെ ഓപ്ഷനാണ് പള്ളി. അങ്ങനെ ഫഖാല ഫമറ അല നിസാ, നബി സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി. സഹോദരിമാര് ഇത്ര നേരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറയണമെങ്കിൽ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ബാക്കി കേട്ടില്ല കുഴപ്പമില്ല. എന്താണെന്നറിയോ? നബി പറഞ്ഞു യാ മഅ്ശറ നിസാഇ തസദ്ദഖ്ന, അല്ലയോ സ്ത്രീകളെ നിങ്ങൾ സദഖ കൊടുക്കണം. ഫഇന്നീ റഅയ്തുകുന്ന അക്തറ അഹ്ലിന്ന, കാരണം ഞാൻ നിങ്ങളെയാണ് നരകത്തിൽ കൂടുതൽ കണ്ടത്, നിങ്ങളെയാണ് കൂടുതൽ ഞാൻ നരകത്ത് കണ്ടത്. ഫഖുൽന, അപ്പോൾ ചോദിച്ചു വബിമ യാ റസൂലല്ലാഹ്, എന്ത് കാരണത്താലാണ് നബിയെ? ഖാല തുക്തിർനൽ ലഅൻ വതക്ഫുർനൽ അശീർ, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നു, നിങ്ങളുടെ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി 304-ാമത്തെ നമ്പർ. സഹോദരിമാര് തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങളെ കുറിച്ചല്ല, ആമായിട്ട് പറഞ്ഞ. അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് ഒരിങ്ങനെ വേചാരം പഠിച്ചാൽ നമ്മൾ ഇത്രയും പണിയത്ത് നരകത്തിലാണെന്നല്ലോ പറയണത്. ഞങ്ങൾക്കൊരു സന്തോഷവാർത്തെന്ന് പറഞ്ഞ് നിർത്താം. എന്താ പറയുക, നബി ഏറ്റവും കൂടുതൽ സ്വർഗത്ത് കണ്ടത് ആരെയാണ്? സ്ത്രീകളാണ്. അൽഹംദുലില്ലാഹ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നബി പഠിപ്പിച്ച പോയിന്റ് എന്താ? ഓപ്ഷൻ എന്താ? തസദ്ദഖ്, സ്വതക്ക കൊടുക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ സാധുക്കളായ കുടുംബക്കാരുമല്ലാത്തവരുമായ ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം സ്വതക്ക കൊടുക്കുമ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോഴും പരിഗണിക്കേണ്ടത് അടുത്ത കുടുംബത്തിന്. എങ്കിൽ രണ്ടും തികച്ച് സുലത്തുൻ വസ്വതഖത്തുൻ, കുടുംബബന്ധം പുലർത്തിയ കൂലി, സ്വതക്കത്തെ കൂലി. നമ്മൾ വേറൊരു കൊടുത്താൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പരിഗണിക്കുക. നമ്മുടെ കുടുംബത്തിലുണ്ടാവും, ഇല്ല കുടുംബത്തിലില്ല, അയൽപ്പക്കത്തുണ്ടാവും, അല്ലെങ്കിൽ അയൽപ്പക്കത്തിലില്ല, എങ്കിൽ നമ്മുടെ പള്ളിയിൽ വരുന്ന കൂട്ടത്തിലുണ്ടാവും. നമ്മൾ അറിയണം, അന്വേഷിക്കണം, കണ്ടെത്തണം. എന്നിട്ട് സ്വകാര്യമായി കൊടുക്കൽ അഫ്ളലാണ്. സിർറൻ വ അലാനിയ, അള്ളാഹ് പറഞ്ഞു 2 നിലക്കും കൊടുക്കാൻ പ്രശ്നമില്ല. പക്ഷെ സ്വകാര്യമായി കൊടുത്താലോ, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഹൈറുണ്ട്, ഒരുപാട് ഹൈറുണ്ട്. മാത്രമല്ല അർശിന്റെ തണല് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വകാര്യമായി സ്വതക്ക കൊടുക്കുന്നവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് അർശിന്റെ തണലുള്ള അവർക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും, ഈ ഇരിക്കണ എൻ്റെ ശബ്ദം കേൾക്കണം എല്ലാവരും, ഞാൻ പറയുന്നത് ഞാൻ കേൾക്കണം, നമ്മളൊക്കെ നമ്മളാൽ കഴിയുന്നത് എന്താണോ, ഓരോരുത്തരുടെയും സാമ്പത്തിക ബഡ്ജറ്റ് പ്രത്യേകതയൊക്കെ വേറെ പറയണം, ഓരോരുത്തരും വേറെ പറയണം. നമുക്ക് എന്താണോ കഴിയുക അത് നമ്മൾ കൊടുക്കണം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 ദിർഹമെങ്കിലും ആഴ്ചയിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. ശരി പ്രിയമുള്ളവരെ, ഇങ്ങനെ ധാരാളക്കണക്കിന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമായി അള്ളാഹുവും അവൻ്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് 6 മുതൽക്ക് അങ്ങോട്ട് അള്ളാഹു തൗഫീഖ് നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇരുത്തത്തെ ഒരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ മുഴുവൻ അള്ളാഹു തആല പുറത്തുമാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല പെരുത്തുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉമ്മത്ത് മുസ്ലിമക്ക് അള്ളാഹു സമാധാനം ചെയ്യുമാറാകട്ടെ, ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീൻ, സിറിയ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒക്കെ കലുഷിതമാണ്. അള്ളാഹുക്ക് സമാധാനം ചെയ്യുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ നാടിന് അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ ദീന് പഠിക്കാനും പകർത്താനും പ്രബോധനം ചെയ്യാനും പറ്റുന്ന വളക്കൂറുള്ള ഒരു മണ്ണാക്കി അള്ളാഹു ഈ മണ്ണിനെ നിർത്തി തരുമാറാകട്ടെ. അള്ളാഹു